വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ ഒറ്റക്കെട്ടായുള്ള നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. പുനരധിവാസ നടപടികളിലേക്ക് കടക്കുന്ന കേരളത്തിന് കൂടുതൽ സഹായം ലഭിക്കാൻ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ കഴിയും. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച് 5-ാം മാസം പൂർത്തിയാകുമ്പോഴാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതിതീവ്ര ദുരന്തമായി അംഗീകരിക്കുന്നതിൽ തീരുമാനമായോ എന്ന് ചോദിച്ച് ഡിസംബർ 28-ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഇതിന് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ഔദ്യോഗിക മറുപടി നൽകി. കേന്ദ്രത്തിൽ നിന്നുള്ള സംഘം ദുരന്തസ്ഥലം സന്ദർശിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത്. SDRFന്റെ 2 ഗഡു മുൻകൂറായി അനുവദിച്ചതൊഴിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വയനാടിനായി പ്രത്യേക സഹായം ഇതുവരെ ലഭിച്ചിരുന്നില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടി രൂപയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ കൂടുതൽ മന്ത്രാലയങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നറിയുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് അതിവേഗതയിൽ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം, വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലൊരു പുനരധിവാസ പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്, 2 ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര പ്രഖ്യാപനത്തിൽ കാലതാമസമുണ്ടായെന്ന MLA ടി സിദ്ദിഖ്. 5 മാസം എടുത്തു ഈ ഒരു പ്രഖ്യാപനത്തിൽ. നീതീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ടൈം ഡിലേ ആണ് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഇതിനെ തുറന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള അടിയന്തര നടപടി കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകും. സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിയ ഇടപെടലുകളും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ചെലുത്തിയ സമ്മർദ്ദവുമാണ് ഒടുവിൽ കേന്ദ്ര സർക്കാരിനെ കേരളത്തിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. 24 തിരുവനന്തപുരം.